ദിലീപിൻ്റെ 150ാമത്തെ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസ് ചെയ്തു. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് തിയേറ്ററിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ദിലീപ് പ്രേക്ഷകരോടായി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഴ്ച വരുമ്പോഴാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. മുകളിലേക്ക് കയറുമ്പോൾ താഴേക്ക് ഇറക്കമുണ്ടാവുമെന്ന്, ചവിട്ടുപടികൾ ഉണ്ടാവുമെന്ന് പലരും ഓർക്കാറില്ല. അങ്ങനെ ഓർക്കാത്തവർക്ക് തിരിച്ചടികൾ വരുമ്പോൾ വേദനകൾ ഉണ്ടായിരിക്കാം. അപ്പോഴാണ് കണ്ണുകൾ തുറക്കുന്നത്. ഈ കണ്ണുകൾ തുറക്കുമ്പോൾ നമ്മൾ അപ്പോൾ കാണുന്നത് എന്താ? കൂടെ നിന്ന പലരും ഉണ്ടാകണമെന്നില്ല. ഇതാരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങളിപ്പം മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെക്കുറിച്ചല്ല, മമ്മൂട്ടിയെക്കുറിച്ചല്ല, മോഹൻലാലിനെ കുറിച്ചല്ല, പൃഥ്വിരാജിനെ കുറിച്ചല്ല, ദിലീപിനെ കുറിച്ചാണ് പറയുന്നത്. ദിലീപിനെ കുറിച്ച് ഞാൻ പറഞ്ഞതല്ല, ദിലീപ് തന്നെ ദിലീപിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണത്. ദിലീപിനെ കുറിച്ച് ദിലീപ് എന്താ പറഞ്ഞത്? കഴിഞ്ഞ കുറേ വർഷമായി എനിക്ക് എതിർ നിൽക്കുന്ന, എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കുറേ പേരുണ്ട്. എന്നാൽ ഞാനിപ്പോൾ അവർ തന്നെ എൻ്റെ ഇപ്പോഴത്തെ ഈ സിനിമയെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ സഹായിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു നല്ല കാര്യമാണെന്ന് തോന്നിയെങ്കിലും എനിക്കതിനോട് യോജിക്കില്ല. ദിലീപ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇപ്പം ഞാനും ദിലീപും മാധ്യമപ്രവർത്തകനും ക്രൈം ചെയ്ത പ്രതിയുള്ള ഒരാൾ നിലയ്ക്കും ഞങ്ങൾ രണ്ട് ചേരിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് വർഷങ്ങളായിട്ട്. വ്യക്തി അതിലില്ല. പല്ലിശ്ശേരിയും ദിലീപും അവിടെ ഇല്ല. ദിലീപ് ചെയ്ത കുറ്റത്തിൻ്റെ 8ാം പ്രതിസ്ഥാനത്ത് അയാൾ നിൽക്കുന്നു. ഞാൻ ഇന്ന മാധ്യമപ്രവർത്തനത്തിലേക്ക് നിൽക്കുന്നു. അന്ന് തുടങ്ങിയ എഴുത്ത്, ആ എഴുത്തിൽ ദിലീപ് ജയിലിൽ കിടക്കുമ്പോഴും ദിലീപിൻ്റെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോഴും എന്തിനു പറയുന്നു? രാമലീല ഈ കേസുമായി ബന്ധപ്പെട്ട് റിലീസ് ചെയ്യുന്ന അവസരത്തിൽ പോലും ഞാൻ അന്ന് എഴുതിയത് രാമലീല കാണണമെന്നുള്ളതാണ്. ദിലീപ് ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയെ ബോയ്ക്കോട്ട് ചെയ്യാൻ പാടില്ല. കാരണം ആ സിനിമ ഒരാളുടെ സിനിമയല്ല. ആ സിനിമ 100 കണക്കിന് പേര് ജോലി ചെയ്യുന്നുണ്ട്. അതിന് പണം മുടക്കിയ ഒരു ഭാഗമുണ്ട്, അതിന് സംവിധായകനുണ്ട്, അതിന് എഴുത്തുകാരുണ്ട്. അങ്ങനെ കുറേ പേരുടെ കൂട്ടായ്മയിൽ നിന്നാണ് ആ സിനിമ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള സിനിമ നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ ആ സിനിമ കാണണമെന്നുള്ളതാണ്. പക്ഷെ ആ സിനിമ വലിയ കുഴപ്പമില്ലാതെ ദിലീപിനെ രക്ഷപ്പെടുത്തി. സത്യം തന്നെയാണത്. പിന്നീട് ദിലീപിൻ്റേതായ സിനിമകൾ പലതും വിചാരിച്ച രീതിയിൽ ഓടിയില്ല എന്നുള്ള സത്യമാണ്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. എനിക്ക് തോന്നിയത് ദിലീപിൻ്റെ പ്രേക്ഷക വിഭാഗത്തിൽ മുന്നണി പോരാളികളായി നിന്ന് എപ്പോഴും കുട്ടികളാണ്. കുട്ടികൾക്ക് പ്രിയങ്കരനാണ് ദിലീപ്. ഞാനിപ്പോഴും പറയുന്നു, അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നു, എന്നും പറയും. ആ ദിലീപ് എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ഫാൻസുകാരിൽ കുട്ടികളാണ്. ഞാൻ കുറേ കുട്ടികളായിട്ട് ഇടപെട്ടപ്പോൾ ചോദിച്ചോഴപ്പോൾ അവർ ദിലീപിനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നു എന്നോട് മുമ്പ്. ഇപ്പം ചോദിച്ചിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം കാണാൻ പോകുമ്പോൾ കുട്ടികളുടെ കൂടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ ബുദ്ധിപരമായൊരു സമീപനമാണ് ദിലീപ് തൻ്റെ സിനിമകളിലൂടെ ചെയ്തത്. അത് മറ്റാർക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല, അവർ പ്രയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ സിനിമകൾ എന്നും ഹൗസ്ഫുള്ളായിരുന്നു, നഷ്ടക്കച്ചവടമായിരുന്നില്ല. മിനിമം ഗ്യാരണ്ടിയുള്ള നടനായിരുന്നു ദിലീപ്, അതിലൊരു സംശയവുമില്ല. അങ്ങനെ പണി അറിയാത്ത ദിലീപ് ആയിരുന്നെങ്കിൽ ഇവിടെ പലരും മടിച്ചു നിന്ന, പലരും തോറ്റോടിയൊരു പ്രോജക്റ്റ് എടുത്ത് വിജയിപ്പിക്കുമായിരുന്നോ? ഏതാണെന്നോ? 2020. അമ്മ എന്ന സംഘടനയുടെ ഫണ്ടിന് വേണ്ടി ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ആര് നിർമ്മിക്കും? ആ പലരും മുന്നോട്ട് വന്നെങ്കിലും വന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ തിരിച്ചു പോയി.
ആരും ഇല്ലാതിരുന്നപ്പോഴാണ് ആ ഗ്രൂപ്പിൽ കുറച്ചും കൂടിയും പുറകിൽ നിന്നിരുന്ന ദിലീപ് ആ ദൗത്യം ഏറ്റെടുത്തത്. പലരും പരിഹസിച്ചു. ഓ, ഈ മമ്മൂട്ടിയോ മോഹൻലാലോ മറ്റുള്ളവർക്കോ കഴിയാത്ത സാധനമാണ് ഇപ്പോൾ ഇയാളെ ഏറ്റെടുക്കാൻ പോകുന്നത് പരിഹസിച്ചു. ആ പരിപാടി വിജയിപ്പിച്ചില്ലേ? അതിൽ അഭിനയിക്കാത്തവരാരാ? അമ്മയിലെ ബഹുഭൂരിപക്ഷം പേരും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. മിക്ക പേർക്ക് അതിനുള്ള ഒരുവിധം മാന്യമായ കഥാപാത്രം നൽകിയിട്ടുണ്ട്. വമ്പൻ ഹിറ്റായിരുന്നത്. ആ ഹിറ്റാക്കി ഏകദേശം വലിയ തുക തന്നെ അമ്മയുടെ ഫണ്ടിലേക്ക് കൊടുക്കാനും കഴിഞ്ഞു. ബാക്കി തുക ദിലീപിന് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലേ? പണി എല്ലാ രീതിയിലും പണി അറിയാവുന്ന ഒരാൾ തന്നെയാണ് ദിലീപ് എന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ദിലീപിലാണ് ഒരു കേസിൽപ്പെട്ട് കുടുങ്ങിപ്പോയത്. ആ കേസിൽപ്പെട്ട് കുടുങ്ങിപ്പോയപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ നെഗറ്റീവായി വന്നത്. അങ്ങനെ നെഗറ്റീവായ അവസരത്തിൽ പോലും ദിലീപിനോടൊപ്പം നിൽക്കാൻ ഇവിടുത്തെ ദിലീപിൻ്റെ ഫാൻസുകാർ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ആ ഫാൻസുകാരില്ല. ദിലീപ് ഇവിടെ പറഞ്ഞില്ലേ കൂടെ നിൽക്കണമെന്ന്. ദിലീപിൻ്റെ കൂടെ നിൽക്കുന്നവർ ഇന്നും ദിലീപിൻ്റെ കൂടെയുണ്ട്. വീട്ടിൽ അമ്മയുണ്ട്, ചേട്ടനുണ്ട്, അനിയുണ്ട്, ഭാര്യയുണ്ട്, സഹോദരിമാരുണ്ട്, എല്ലാ ബന്ധങ്ങളില്ലേ? അവരിപ്പോഴും കൂടെയില്ലേ? മറ്റുള്ളവരൊക്കെ വരുന്നത് ഒരാളുടെ ഉയർച്ചയുടെ കാലഘട്ടത്തിൽ, പേരെടുക്കുന്ന കാലഘട്ടത്തിൽ വരുന്നവരാണ്. ദിലീപ് സിനിമയിൽ അഭിനയിക്കുന്ന ഇവരൊക്കെ ഉണ്ടായിരുന്നോ? സിനിമയിൽ വന്നതിന് ശേഷം വമ്പൻ സംവിധായകരുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? മഞ്ജു വാര്യർ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം തിക്താനുഭവങ്ങൾ സിനിമാ വേദിയിൽ നിന്നുണ്ടായി. അതിനെയൊക്കെ അതിജീവിച്ച് വരാൻ ദിലീപിന് കഴിഞ്ഞില്ലേ? അങ്ങനെയുള്ള ദിലീപാണോ ഇപ്പോൾ തൻ്റെ 150ാമത്തെ സിനിമ പ്രേക്ഷകരിൽ ഒരു ഭാഗം ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നിയപ്പോൾ അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സഹായിക്കണമെന്ന് വരുന്നത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഞാനിവിടെ വേറൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ തുടരും ഇപ്പോൾ അശ്വമേധയാഗം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ആ പടത്തിന് നെഗറ്റീവായിട്ട് പറയുന്നവരില്ലേ? പക്ഷേ നെഗറ്റീവായിട്ട് പറഞ്ഞാലും ആരെന്തൊക്കെ എഴുതിയാലും ആ സിനിമയെ ഇനി പിടിച്ചു നിർത്താൻ പറ്റില്ല, പരാജയപ്പെടുത്താൻ പറ്റില്ല. അതിന് മുമ്പത്തെ കാര്യം നോക്കുക. അതുവരെ കഴിഞ്ഞ ഒരു വർഷമായി മോഹൻലാലിൻ്റെ സിനിമകൾ ലാഭകരമായിരുന്നില്ല എന്ന് ആലോചിക്കണ്ടേ? ലാഭകരമായിരുന്നു മാത്രമല്ല, ചില സിനിമകൾ പരീക്ഷണ സിനിമകളായി ജനം കാണാതെ പോയി. അപ്പോൾ ആ ജനം കാണാതെ പോയ സിനിമകൾ പോലും ഫാൻസുകാർ വിചാരിച്ച് രക്ഷപ്പെടുത്താമായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഫാൻസുകാർ രക്ഷപ്പെടുത്തേണ്ടത് നല്ല സിനിമകളെയാണ്. ആ നല്ല സിനിമകളെ രക്ഷപ്പെടുത്താൻ കഴിയാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമ രക്ഷപ്പെടുത്താൻ ഫാൻസുകാർ വേണ്ട എന്ന് അന്നും പറഞ്ഞിട്ടുള്ളതാ, ഇപ്പോഴും പറയുന്നു. ഇപ്പം എന്താ തുടരും? അത് ഫാൻസുകാരും എടുക്കൊണ്ടൊന്നുമല്ല. അത് ഈ രാജ്യത്തെ പ്രേക്ഷകർ, കുടുംബ പ്രേക്ഷകരൊക്കെ പല പ്രാവശ്യം കണ്ട് നോൺ സ്റ്റോപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദിലീപ് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ? താൻ എടുക്കുന്ന സിനിമകൾ ഒരു കാര്യത്തിൽ പഴയ കാര്യങ്ങളിലേക്ക് പോകരുത്. അപ് ടു ഡേറ്റ് ആയ കാര്യങ്ങൾ. 10 വർഷം മുമ്പ് ഇറങ്ങേണ്ട ഒരു സിനിമയാണ് ഇപ്പോൾ 150ാമത്തെ സിനിമ എന്ന് ഞാനെന്ന പ്രേക്ഷകന് തോന്നിയാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം നമ്മുടെ മുന്നിൽ ഏറ്റവും പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ സാധനമാണ് മോശമായിട്ടല്ല, പഴയ സാധനം നല്ലത് തന്നെയാണ്. പക്ഷേ പഴയ സാധനങ്ങൾ കാണാൻ ഒരു വിഭാഗം മാത്രം ഉണ്ടായിരിക്കാം. ആ ഒരു വിഭാഗത്തിൻ്റെ കഴിവും മാത്രം പോരല്ലോ. എല്ലാവരും കൂടി വരണമെങ്കിൽ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാവുന്ന സിനിമകളും കഥകളും കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ്. ഞാനിത് പറയുമ്പോൾ വൈരാഗ്യം മനസ്സിലില്ല. കലാകാരൻ നിലയ്ക്ക് ഞാൻ എന്നും കൂടെയുണ്ട്, അന്നും ഇന്നും എന്നും. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ കുറ്റം ചെയ്താലും വേറെ ആര് കുറ്റം ചെയ്താലും ഞാൻ പ്രതിസ്ഥാനത്താണെങ്കിലും അത് ആ രീതിയിൽ കോടതി കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഈ സിനിമ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും അടുത്ത സിനിമ പുതിയ രീതിയിൽ വരുമ്പോഴും ഇവിടെ ദിലീപ് എന്ന നടൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. നിങ്ങൾ എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണെന്ന് അറിയാം. എന്നാലും ഞാൻ പറയുന്നു, ദിലീപ് ഇവിടെ ഉണ്ടായിരിക്കണം.